മാത്സിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് മോൾസ് സർക്കിൾ. സോ നമുക്ക് മോൾസ് സർക്കിളിലേക്ക് കിടക്കാം. സോ മോൾസ് സർക്കിൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതൊരു ഗ്രാഫിക്കൽ മെത്തേഡാണ്. നമ്മുടെ നോർമൽ സ്ട്രെസ്, ടാൻജൻഷ്യൽ സ്ട്രെസ്, റിസൾട്ടൻറ്റ് സ്ട്രെസ് ഒക്കെ നമ്മൾ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ കാര്യങ്ങൾ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിരുന്നു. അത് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് മൊഡ്യൂളിൽ. ഇനി ഇക്വേഷൻസ് യൂസ് ചെയ്യാതെ ഡയറക്റ്റ് തന്നിരിക്കുന്ന ഇൻപുട്ട് വാല്യൂസ് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ടാൻജൻഷ്യൽ സ്ട്രെസ്സും നോർമൽ സ്ട്രെസ്സും റിസൾട്ടൻറ്റ് സ്ട്രെസ്സും ഒരു ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ എങ്ങനെ കണ്ടുപിടിക്കാം, അതിനെയാണ് നമ്മൾ മോൾസ് സർക്കിൾ യൂസ് ചെയ്യുന്നത്. ഒരു ഗ്രാഫിക്കൽ മെത്തേഡിൽ നമ്മുടെ ഈ പൈതഗോറസ് തിയറം ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്കൊരു ട്രയാങ്കിളിൻ്റെ അകത്തുനിന്ന് മെഷർ ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു മെത്തേഡാണ് ആക്ച്വലി മോൾസ് സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ മോൾസ് സർക്കിളിൻ്റെ കേസിൽ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് എ ബോഡി സബ്ജക്റ്റ് ടു ബൈആക്സിയൽ പെർപെൻഡിക്കുലർ അൺഈക്വൽ ആൻഡ് ലൈക്ക് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. ഈ കേസസ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതേ കേസിൻ്റെ തന്നെ ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ ഓർത്തിരിക്കേണ്ട കാര്യം എന്തായിരുന്നു, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറന്നുപോയവരൊന്നും കൂടെ അതൊന്ന് വീഡിയോസ് പോയി കാണുക. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പറഞ്ഞ എന്താണ്, പോസിറ്റീവായിട്ട് എടുക്കേണ്ടത് ടാൻജൻഷ്യൽ സ്ട്രെസ്സുകളെ എപ്പോഴും പോസിറ്റീവായിട്ട് എടുക്കുക, കംപ്രസീവ് സ്ട്രെസ്സുകളെ നെഗറ്റീവായിട്ട് എടുക്കുക. ഓക്കെ, ടാൻജൻഷ്യലിനെ പോസിറ്റീവായിട്ടും കംപ്രസീവിനെ നെഗറ്റീവായിട്ടും വേണം എടുക്കാൻ. അപ്പോൾ നമ്മുടെ മോൾസ് സർക്കിളിൻ്റെ കേസിൽ നമ്മളിങ്ങനെ ഒരു ലൈൻ, ഒരു എക്സ് ആക്സിസ് ലൈൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒറിജിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോസിറ്റീവ് സൈഡിൽ വരുന്നിടത്ത് നമ്മൾ എന്തായിരിക്കണം, ടാൻജൻഷ്യൽ ആയിരിക്കണം എടുക്കേണ്ടത്. നെഗറ്റീവ് സൈഡിലേക്ക് പോകുന്നുവെങ്കിൽ അവിടെ എടുക്കേണ്ട ഫോഴ്സ് എന്ന് പറയുന്നത്, സ്ട്രെസ് എന്ന് പറയുന്നത് കംപ്രസീവ് ആയിരിക്കും, മാറിപ്പോകരുത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കൺസിഡർ ദ റെക്ടാങ്കുലർ ബോഡി. ഒരു റെക്ടാങ്കുലർ ബോഡി എടുക്കുക. അതിൽ രണ്ട് അൺഈക്വൽ ആൻഡ് ലൈക്ക് പ്രിൻസിപ്പൽ സ്ട്രെസ്, സിഗ്മ എക്സ്, സിഗ്മ വൈ, അല്ലെങ്കിൽ സിഗ്മ 1, സിഗ്മ 2 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും. അപ്പോൾ അതിന് നമുക്ക് സിഗ്മ 1 എന്നും സിഗ്മ 2 എന്നും ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ സിഗ്മ എക്സ് എന്നും സിഗ്മ വൈ എന്നും ഡിനോട്ട് ചെയ്യാം. ഇതെല്ലാം സെയിം വാല്യൂ തന്നെയാണ്, ഡൗട്ട് അടിക്കരുത്. സിഗ്മ എക്സും സിഗ്മ 1ഉം സെയിം ആണ്, സിഗ്മ വൈയും സിഗ്മ 2ഉം സെയിം ആണ്. അപ്പോൾ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് വരുന്നത് നമ്മൾ എന്തായിരുന്നു, പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് നമ്മൾ പഠിച്ചിരുന്നത് ഏതാണ്, ഇത് വരുന്നത് നമ്മുടെ ഒരു പ്രിൻസിപ്പൽ സ്ട്രെസ്സാണ് വരുന്നത്, എക്സിനും വൈയിലും വരുന്നത്. ഇവിടുത്തെ ഷിയർ സ്ട്രെസ്സുകളുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മൾ ഈ പോകുന്ന ഇതെന്താണ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ഇവിടേക്കാണെങ്കിൽ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും വരുന്നത്. അത് നമ്മുടെ മുകളിലെത്തുമ്പം ഈ ഒരു ഡയറക്ഷനിലായിരിക്കും ഷിയർ സ്ട്രെസ് വരുന്നത്. അതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഷിയർ സ്ട്രെസ്സും പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് എന്നാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിഗ്മ 1 എന്ന് പറഞ്ഞാൽ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സാണ്, സിഗ്മ 2 മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സാണ്. ഇത് ആക്ച്വലി നമ്മുടെ ഈ ഒരു റെക്റ്റാങ്കിൾ നമുക്ക് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് എന്താണ്, എക്സ് ആക്സിസിനും വൈ ആക്സിനും പാരലായിട്ടായിരിക്കും പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് പോകുന്നത്. അതേസമയം നമ്മുടെ ഈ റെക്റ്റാങ്കിൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്ത് സ്വന്തം ആംഗിൾ അങ്ങനെ ഒരു ഒബ്ലിക്കായിട്ടൊരു ടിൽറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അന്നേരവും നമുക്ക് ഈ പറയുന്ന പ്രിൻസിപ്പൽ സ്ട്രെസ്സും ഇതെല്ലാം കിട്ടണം. അതിന് നമ്മൾ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എന്തായിരിക്കും, ഈ ഒരു ഡയറക്ഷനിലായിരിക്കും സ്ട്രെസ്സസ് മാറുന്നത്. ഓക്കെ, അപ്പോൾ അതിനെയായിരിക്കും നമ്മൾ നോർമൽ സ്ട്രെസ്സസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കേണ്ട കാര്യം, നമ്മൾ പ്രോബ്ലം ഇങ്ങനെ തന്നെ ആയിരിക്കും വരുന്നത്. ഇങ്ങനെ ഒരു ഫിഗർ ഉണ്ടായിരിക്കും, അതിൽ സിഗ്മ എക്സ് പ്രിൻസിപ്പൽ സ്ട്രെസ്സും മൈനർ പ്രിൻസിപ്പളും മേജർ പ്രിൻസിപ്പളും തരും. അതേപോലെ ഒരു ആംഗിളും തരും. ഇവിടുത്തെ ഒരു ടിൽറ്റ് ചെയ്യുന്ന ആംഗിൾ, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് തീറ്റ എന്നായിരിക്കും. തീറ്റ മീൻസ് ദ ആംഗിൾ ബിറ്റ്വീൻ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് ആൻഡ് ഒബ്ലിക് സെക്ഷൻ. ഇതായിരിക്കും നമ്മൾ പറഞ്ഞ് ടിൽറ്റ് ചെയ്യുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഒബ്ലിക് സെക്ഷനുമായിട്ട് നമ്മുടെ പ്രിൻസിപ്പൽ സ്ട്രെസ് മേക്ക് ചെയ്യുന്ന ആംഗിളിനാണ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മോൾസ് സർക്കിൾ വരയ്ക്കുന്ന നമ്മൾ യൂസ് ചെയ്യുന്നത് ആക്ച്വലി ഫസ്റ്റ് നമ്മളൊരു എന്താ പറയുക, ഒരു യൂണിറ്റ് നമ്മൾ തന്നെ സെറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമുക്ക് പ്രിൻസിപ്പൽ സ്ട്രെസ് ഇപ്പോൾ ഒരു വാല്യൂ തരുന്നത് ഒരു 70 ആണെന്നിരിക്കുക. അതേപോലെ സിഗ്മ 2 നമുക്ക് തരുന്നത് ഒരു 50 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ സ്കെയിലാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു എക്സ് ആക്സിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലൈൻ ചുമ്മാതെ ഇങ്ങനെ ഒരു നമ്മൾ എന്താണ് ഒരു എക്സും വൈ ആക്സിസ് വരയ്ക്കും. എന്നിട്ട് ഒറിജിൻ നമ്മൾ സെറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ 70 ഇവിടെ കണ്ടിട്ടുണ്ട്, ഇവിടെ നമുക്ക് 50 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്കെയിൽ എന്തെടുക്കണം, 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 10 ന്യൂട്ടൺ എന്നെടുക്കുക. 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 10 ന്യൂട്ടൺ എന്നൊരു സ്കെയിൽ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 10 ന്യൂട്ടൺ എന്നെടുക്കാം, 5 ന്യൂട്ടൺ എന്നെടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ എക്സ് ആക്സിസ് നമ്മൾ ഈ വരച്ചിട്ടുള്ള ലൈനിൽ എന്ത് ചെയ്യുക, ഓരോന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യുക. 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും 10 ന്യൂട്ടൺ, ഇവിടെ വരുമ്പോൾ 20 ന്യൂട്ടൺ, നെക്സ്റ്റ് 30 ന്യൂട്ടൺ, 40 ന്യൂട്ടൺ, 50 ന്യൂട്ടൺ, അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യണം. അതേപോലെ വൈ ആക്സിസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ന്യൂട്ടൺ ബേസിസിൽ മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആക്ച്വലി 2D കേസ് പഠിക്കുന്നു, നമുക്ക് എക്സ് ആക്സിസിൻ്റെ മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. വൈ ആക്സിസിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല തൽക്കാലം. നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, എക്സ് ആക്സിസും വൈ ആക്സിസും എടുക്കുമ്പോൾ എക്സ് ആക്സിസ് എന്ന് പറയുന്നത്
എപ്പോഴും നോർമൽ സ്ട്രെസ്സിനെ ആയിരിക്കും. എക്സ് ആക്സിസ് എന്ന് പറയുന്നത് എപ്പോഴും നോർമൽ സ്ട്രെസ്സിനെ ആയിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. അവിടെ സിഗ്മയായിരിക്കും. വൈ ആക്സിസ് എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ ടാൻജൻഷ്യൽ സ്ട്രെസ്സിനെ ആയിരിക്കും അവിടെ ഡിനോട്ട് ചെയ്യുന്നത് ടോ ആയിരിക്കും. മാറിപ്പോലെ ഇത് നിങ്ങളുടെ ഉള്ളിലേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മോൾ സർക്കിളിൻ്റെ കൺസെപ്റ്റ് പറയേണ്ട ഇതാണ്. സിഗ്മ ആയിരിക്കും എക്സ് ആക്സിസിൽ, അത് നോർമൽ സ്ട്രെസ്സിനെ ഡിനോട്ട് ചെയ്യുന്നു. വൈ ആക്സിസിൽ ടോ ആയിരിക്കും, അത് ടാൻജൻഷ്യൽ സ്ട്രെസ് അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ്സിനെ ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് യൂണിറ്റ് സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് തന്നിട്ടുള്ള ഇൻപുട്ട് വാല്യൂസിനെ ബേസ് ചെയ്തിട്ട് 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു സംതിങ് എത്രയാണെന്ന് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് എടുക്കുക. നോർമലി 5 ന്യൂട്ടൺ 10 ന്യൂട്ടൺ ഒക്കെ ആയിരിക്കും എടുക്കുന്നത്. ഇനി ചിലപ്പോൾ സിഗ്മ തരുന്നത് 1000 ആണ് എങ്കിൽ നിങ്ങൾക്ക് 10 ന്യൂട്ടൺ വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം 10 ന്യൂട്ടൺ വെച്ചിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ല. അത്രയും 1000 വരെ ചെല്ലുമ്പോൾ 10, 20 കുറേ വാല്യൂസ് ആവും. അപ്പോൾ നമ്മൾ 100 എടുക്കും. 100 ആകുമ്പോൾ പെട്ടെന്ന് ചെല്ലും. 100, 200, 300 പെട്ടെന്ന് 10 പ്രാവശ്യം വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് 1000-ലെത്തും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന യൂണിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, സ്കെയിൽ നിങ്ങൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അതിനുശേഷം നമുക്ക് എങ്ങനെ വരച്ചു തുടങ്ങാം എന്നുള്ളത് നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മോൾ സർക്കിൾ വരയ്ക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, നമ്മളൊരു ലൈൻ വരച്ചു. ഓക്കെ, നെക്സ്റ്റ് ഈ 2 ലൈൻ നമ്മൾ എക്സ് ആക്സിസ് വൈ ആക്സിസ് എന്ന് പറയുന്ന പോലെ 2 ലൈൻ വരച്ചു. എന്നിട്ട് അതിൻ്റെ ഒറിജിൻ നമ്മൾ 6 എന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇവിടെ 6 എന്ന് പറയുന്നത് ഒറിജിനായിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. 6 ഒറിജിൻ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എക്സിൽ എന്ത് ചെയ്യാണ്, അത് ഡിനോട്ട് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു, സിഗ്മ വെച്ചിട്ടാണ് നമ്മൾ എക്സ് എന്ന് പറയുന്ന ആക്സിസിനെ ഡിനോട്ട് ചെയ്യുന്നത്. അത് നോർമൽ സ്ട്രെസ്സാണ്. അതേപോലെ വൈയിൽ വരുമ്പം ടോ ആണ്. ടോ എന്ന് പറഞ്ഞാൽ ടെൻസൈൽ സ്ട്രെസ് അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ്. ഓക്കെ അല്ലേ? ഇത്രയും എത്തിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പോയിന്റ് സ്പെസിഫൈ ചെയ്യണം. ഏതെങ്കിലും ഒരു പോയിന്റ്. ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, നമുക്ക് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് സിഗ്മ 1ഉം സിഗ്മ 2ഉം തന്നിട്ടുണ്ട്. അപ്പോൾ സിഗ്മ 1ൻ്റെ അല്ലെങ്കിൽ സിഗ്മ എക്സിൻ്റെ സിഗ്മ 1ഉം സിഗ്മ 2 ആയിരിക്കും, അല്ലെങ്കിൽ സിഗ്മ എക്സും സിഗ്മ വൈയും ആയിരിക്കും. അപ്പോൾ ആദ്യത്തേത് എടുക്കുക. സിഗ്മ എക്സിന് എന്ത് ചെയ്യുക, നമ്മൾ സിഗ്മ എക്സ് എന്ന് പറയുന്നത് എത്രയാണോ അത് ആ സ്കെയിൽ ഇപ്പോൾ നമ്മൾ എടുക്കുക. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ തന്നിട്ടുള്ള എത്രയായിരുന്നു, 70 ആയിരുന്നു തന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെ 70 തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 10 യൂണിറ്റ് എന്ന് എടുത്തു. അപ്പോൾ 70 എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും, 7 യൂണിറ്റുകളായിരിക്കും. അങ്ങനെ 70 എന്ന് പറയുന്ന ഒരു പോയിന്റ്, അല്ലെങ്കിൽ 70 ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, അപ്പോൾ ആ പോയിൻ്റ് എന്ത് ചെയ്യുക, ഒറിജിനിൽ നിന്നും സിഗ്മ എക്സ് എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ മാറ്റിയിട്ട് ഒരു പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, അതേപോലെ തന്നെ ഇനി രണ്ടാമത്തെ സ്ട്രെസ് സിഗ്മ വൈ അല്ലെങ്കിൽ സിഗ്മ 2നും നെക്സ്റ്റ് പോയിൻ്റ് ഉണ്ടായിരിക്കും. ആ സിഗ്മ 2 നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഒറിജിനിൽ നിന്നും മാറിയിട്ട് സിഗ്മ 2 അല്ലെങ്കിൽ സിഗ്മ വൈ എന്ന് പറയുന്ന പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും നോക്കേണ്ട കാര്യം തന്നിട്ടുള്ള 2 സ്ട്രെസ്സസിൽ മാക്സിമം വാല്യൂ, ഏറ്റവും ഹയർ വാല്യൂ ഏതാണോ അതായിരിക്കണം നിങ്ങൾ സിഗ്മ എക്സ് ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, 2 വാല്യൂസ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ആർ എന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വാല്യൂ തരുന്നത്. 20 and 60 എന്ന് പറഞ്ഞൊക്കെ തരും. അപ്പോൾ ഇതിൽ ഹയർ വാല്യൂ ഏതാണോ, ആ ലാർജർ വാല്യൂ ഏതാണോ അതായിരിക്കണം നിങ്ങളുടെ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് സിഗ്മ എക്സ് ആയിട്ട് എടുക്കേണ്ടത്. മൈനർ വാല്യൂ ഏതാണോ അതായിരിക്കും നിങ്ങളുടെ രണ്ടാമത്തെ ചെറിയ സിഗ്മ വൈ ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ സിഗ്മ എക്സും എടുത്തു, സിഗ്മ വൈയും എടുത്തു. ആ സിഗ്മ എക്സും സിഗ്മ വൈയും കറസ്പോണ്ടിങ് സ്കെയിലസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ എക്സ് ആക്സിസിൽ 2 പോയിന്റുകളായിട്ട് മാർക്ക് ചെയ്തു. അപ്പോൾ 70 ആണ് എങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുള്ളത് 70 ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങളിപ്പോൾ 70 ഈസ് ഈക്വൽ 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു എന്താണ് എഴുതിയേക്കുന്നത്, 10 ന്യൂട്ടൺ എന്നാണ് നിങ്ങൾ എഴുതിയിട്ടുള്ളത്. 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 10 ന്യൂട്ടൺ. അപ്പോൾ നമ്മുടെ സിഗ്മ എക്സ് ഫോർ സിഗ്മ 1 അല്ലെങ്കിൽ സിഗ്മ എക്സ് എന്ന് പറയുന്നത് 70 ആണ് എങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. 1, 2, 3, 4, 5, 6, 7, ഏഴാമത്തേത് വരുമ്പം 70 എത്തും. ഇവിടെ 60, 50, 40, 30, 20, 10, 1 അങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 70 എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണോ അവിടെ വരെ നമ്മൾ എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. അതായിരിക്കും സിഗ്മ എക്സ്. അടുത്ത പോയിന്റ് 30 ആകുമ്പോൾ അവിടെ വരുമ്പോൾ സിഗ്മ വൈയും മാർക്ക് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ സിഗ്മ എക്സും സിഗ്മ വൈയും നമ്മുടെ ഗ്രാഫിൽ മാർക്ക് ചെയ്തു. അത്രയും മാർക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ആ സിഗ്മ എക്സിൻ്റെ സിഗ്മ വൈയുടെ മാർക്ക് ചെയ്ത 2 പോയിന്റ് ഏതൊക്കെയാണ്, പിയും ക്യൂവും. ആ പിയുടെയും ക്യൂവിൻ്റെയും കൂടെ സെൻറ്റർ എടുക്കുക. സിഗ്മ എക്സിൽ നിന്നും സിഗ്മ വൈ കുറയ്ക്കുക. സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ എന്ന് പറയുമ്പോൾ ബാക്കി എന്തുണ്ടായിരിക്കും, ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡിസ്റ്റൻസ് ഏതാണ്, ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഏതാണ്, ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഇത്രയും ഡിസ്റ്റൻസ്, അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് നമ്മളൊന്ന് കണ്ടുപിടിക്കുക. സെൻറ്റർ പോയിൻ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ആ സെൻറ്ററിൽ നിന്നും സെൻറ്ററിൽ നമ്മൾ പേര് കൊടുത്തു, ഒ എന്നൊരു പേര് കൊടുത്തു. സെൻറ്ററിൽ നിന്നും ഒന്നെങ്കിൽ ഒ പി എന്ന് പറയുന്ന അതിൻ്റെ റേഡിയസ് ആയിരിക്കും, ഒ ക്യു എന്ന് പറയുന്നതും റേഡിയസ് ആയിരിക്കും. അപ്പം ഒ പിയും ഒ ക്യൂയും റേഡിയസ് ആക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, നമ്മളൊരു സർക്കിൾ വരച്ചു. ഓക്കെ അല്ലേ? ഒ പിയും ഒ ക്യൂയും
റേഡിയസ് ആക്കിക്കൊണ്ട് O എന്ന് പറയുന്ന സെൻറ്റർ വെച്ചിട്ട് നമ്മളൊരു സർക്കിൾ വരച്ചു. അതിനെയാണ് നമ്മൾ മോഡ് സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ആ സെൻറ്റർ നമ്മൾ ആ സർക്കിൾ വരച്ചതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, നമുക്കൊരു വാല്യൂ തന്നിട്ടുണ്ട്, ഒബ്ലിക് വാല്യൂ. ഏതാണ് നമ്മുടെ പ്രോബ്ലം? ഇങ്ങനെ ആയിരുന്നല്ലോ, ഇങ്ങനെ എന്തായിരുന്നു, അതിൽ ഇങ്ങനെയൊരു ആംഗിൾ കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ ഫിഗർ ജസ്റ്റ് ഒന്നും കൂടെ നിങ്ങളുടെ റെഫറൻസിന് വേണ്ടിയിട്ട് ഒന്നും കൂടെ വരയ്ക്കാം. അപ്പോൾ ആ ഫിഗർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എന്താണ്? ഇങ്ങനെയൊരു ഇതുണ്ട്, അതിൽ ജസ്റ്റ് അവർ ഇങ്ങനെ ഒരു സ്ലൈസ് ചെയ്ത് പോകുന്നുണ്ട്. ആ ആംഗിൾ എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരുന്നു? ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, ഇപ്പോൾ നമ്മുടെ ഈ പ്ലെയിനിൽ ഇത് എത്രയാണ്? നമ്മുടെ ഈ പ്ലെയിനിൽ ഇതാ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ആക്ച്വലി 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി. ആ 90 ഡിഗ്രി എന്ന് പറയുന്നത് നമ്മുടെ കോൺഫിഗറേഷൻ ഫിഗറിൽ കിടക്കുന്ന 90 ഡിഗ്രിയാണ്. ആ 90 ഡിഗ്രി എന്ന് പറയുന്നത് ആക്ച്വലി ഡിനോട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ഈ ഒരു മോഡ് സർക്കിളിലേക്ക് എത്തിയപ്പോൾ 90 ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? 180 ഡിഗ്രി ആയിട്ട് മാറി. 90 ഡിഗ്രി കൺവേർട്ട് ടു 180 ഡിഗ്രി ആയിട്ട് മാറി. എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ആ കോൺഫിഗറേഷൻ ഫിഗറിൽ തന്നിട്ടുള്ള ആംഗിൾ എത്രയാണോ അതിൻ്റെ ഡബിൾ ആയിരിക്കും നമ്മളുടെ മോഡ് സർക്കിളിൽ എത്തുമ്പോൾ. ഓക്കെ, മോഡ് സർക്കിളിൽ എത്തുമ്പോൾ ആ കോൺഫിഗറേഷൻ ഫിഗറിൻ്റെ ഡബിൾ ആയിരിക്കും. ഇതാണ് നമ്മുടെ വാല്യൂ. ഇതായിരിക്കും എന്ത്? ഒറിജിൻ ഇതാണ്, പി ഇതാണ്, ക്യൂ ഇതാണ്. ഓക്കെ, QOP എന്ന് പറയുന്ന ആ ഒരു ഭാഗം, QOP എന്ന് പറയുന്ന ആംഗിൾ 90 ആയിരുന്നു. അത് ഇവിടെ എത്തിയപ്പോൾ എന്തായി? QOP എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിട്ട് മാറി. അത്രയും നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും കൂടെ നമ്മളൊന്ന് പറയാം. ആദ്യം സിഗ്മ എക്സ് മാർക്ക് ചെയ്തു, അതിനുശേഷം സിഗ്മ വൈ മാർക്ക് ചെയ്തു. ഇനി ആ സിഗ്മ എക്സും സിഗ്മ വൈ മാർക്ക് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പിയും ക്യൂ എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. ആ പിയുടെയും ക്യൂവിൻ്റെയും സെൻറ്റർ പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു. അതിന് O എന്ന് പേരിട്ടു. ആ ഓയിൽ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? പിയിലൂടെയും ക്യൂയിലൂടെയും പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ വരച്ചു. അല്ലെങ്കിൽ OP അല്ലെങ്കിൽ OP അല്ലെങ്കിൽ OQ എന്ന് പറയുന്ന റേഡിയസ് എടുത്തുകൊണ്ട് നമ്മളൊരു സർക്കിൾ വരച്ചു. അതാണ് മോഡ് സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതുവരെ ക്ലിയർ ആണല്ലോ? അത്രയും നമ്മൾ വരച്ചു വെച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ OP എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ബേസ് ലൈൻ. മാറിപ്പോകാതെ ശ്രദ്ധിക്കുക. OP എന്ന് പറയുന്ന ഈ ബേസ് ലൈനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? ആംഗിൾ മെഷർ ചെയ്യുക. OPയിലെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ആംഗിൾ മെഷർ ചെയ്യുക. പോസിറ്റീവായിട്ടാണ് ആംഗിൾ പോകുന്നതെങ്കിൽ ഇങ്ങോട്ട് മെഷർ ചെയ്യുക. നെഗറ്റീവ് ആണെങ്കിൽ ഈ സൈഡിലേക്ക് മെഷർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫിഗർ നമുക്ക് തന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. ഓക്കെ, ഇതെന്താണ്? ഇത് പോസിറ്റീവ് ആംഗിളാണ്. ഓക്കെ, ഇനി ഇതല്ല, മറിച്ച് ആംഗിൾ ഈ ഒരു ഡയറക്ഷനിലാണ് എങ്കിൽ ഇതിനെ നമ്മൾ നെഗറ്റീവ് ആംഗിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? നെഗറ്റീവ് സൈഡിലേക്ക് മാർക്ക് ചെയ്യുക. മാറിപ്പോകരുത്. പോസിറ്റീവ് ആണെങ്കിൽ മുകളിലേക്ക്, നെഗറ്റീവ് ആണെങ്കിൽ താഴേക്ക്. പക്ഷേ ആംഗിൾ മെഷർ ചെയ്യുന്ന എപ്പോഴും ഇവിടെ ആയിരിക്കണം, ഈ OP എന്ന് പറയുന്ന ലൈനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ആംഗിൾ മെഷർ ചെയ്യേണ്ടത്. ഇനി മെഷർ ചെയ്യേണ്ട എത്ര ആംഗിളാണ്? നമുക്ക് തന്നിട്ടുള്ളത് തീറ്റയാണ്. പക്ഷേ നമ്മൾ മെഷർ ചെയ്യേണ്ടത് എപ്പോഴും എന്തായിരിക്കണം? 2θ ആയിരിക്കണം. കാരണം മുമ്പേ ഞാൻ പറഞ്ഞു കോൺഫിഗറേഷൻ ഫിഗറിൽ 90 ആയിരുന്നു. അത് നമ്മുടെ മോഡ് സർക്കിളിലേക്ക് എത്തിയപ്പോൾ 180 ആയി. സോ അതിൻ്റെ ഡബിളായി. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കണം? 2θ വെച്ചിട്ടായിരിക്കണം നമ്മൾ ആംഗിൾ മെഷർ ചെയ്യേണ്ടത്. സോ OP എന്ന് പറയുന്നതിൽ നിന്നും നമ്മളൊരു ലൈൻ വരച്ചു. ഓക്കെ, എങ്ങോട്ടാണ്? 2θ ആംഗിൾ മാറിയിട്ടാണ് നമ്മൾ ലൈൻ വരയ്ക്കുന്നത്. OPയിൽ നിന്നും 2θ മാറിയിട്ട് നമ്മളൊരു ആംഗിൾ എടുത്തിട്ട് ആ ലൈൻ എങ്ങോട്ട് വരച്ചു? സർക്കിളിലേക്ക് വരച്ചു. ആ പോയിന്റിന് നമ്മൾ T എന്നൊരു പേരും കൊടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? O എന്ന് പറയുന്നിടത്ത് നിന്നും Tയിലേക്ക് ലൈൻ വരച്ചു. അപ്പോൾ അവിടുത്തെ ആംഗിൾ 2θ കിട്ടി. ഇത്രയും ഓക്കെ അല്ലേ? ഇനി നമുക്ക് ആ കിട്ടിയ പോയിന്റ് ഏതാണ്? ഇപ്പോൾ കിട്ടിയ പോയിന്റ് 2θ എന്ന സർക്കിളിൽ ടച്ച് ചെയ്ത പോയിന്റ് ഏതാണ്? T എന്ന് പറയുന്ന പോയിന്റാണ്. ആ പോയിന്റിൽ നിന്നും നേരെ പെർപെൻഡിക്കുലറായിട്ട് താഴേക്ക്, നമ്മുടെ എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു ലൈൻ താഴേക്ക് വരയ്ക്കുക. ഓക്കെ, നമ്മൾ ഇപ്പം വരച്ച കിട്ടിയ T എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് താഴേക്ക് ഒരു ലൈൻ നമ്മൾ വരയ്ക്കുക. ഓക്കെ, ആ ലൈൻ നമ്മുടെ എക്സ് ആക്സിസിനെ ഏതോ ഒരു പോയിന്റിൽ കട്ട് ചെയ്യും. ആ കട്ട് ചെയ്യുന്ന പോയിന്റിന് നമ്മൾ പേര് കൊടുത്തു, S എന്ന് പേര് കൊടുത്തു. ഓക്കെ അല്ലേ? കട്ട് ചെയ്യുന്ന ആ പോയിന്റിന് S എന്ന് പേര് കൊടുത്തു. ഇത്രയേ ഉള്ളൂ മോഡ് സർക്കിൾ വരയ്ക്കാൻ. ഇത്രയേ ഉള്ളൂ. ഇനിയും കിട്ടുന്ന വാല്യൂസ് മൊത്തം ആൻസറുകളായിരിക്കും. ഇനി നമുക്ക് 3 ആൻസർ കിട്ടും. അതിൽ എക്സ് ആക്സിസിൽ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് നോർമൽ സ്ട്രെസ് ആയിരിക്കും. വൈ ആക്സിസിൽ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ടാൻജൻഷ്യൽ സ്ട്രെസ് ആയിരിക്കും. ആ എക്സിൻ്റെയും വൈയുടെയും ഫോർ എക്സാമ്പിൾ ഒന്നും കൂടെ പറഞ്ഞു തരാം. നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. എക്സ് ആക്സിസിൽ ഇങ്ങനെ ഒരു വാല്യൂ കിട്ടും, അതിനെ നമുക്ക് നോർമൽ സ്ട്രെസ് എന്ന് കിട്ടും. വൈ ആക്സിസിൽ ഇങ്ങനെ ഒരു വാല്യൂ കിട്ടും, അതിനെ ടാൻജൻഷ്യൽ സ്ട്രെസ് എന്ന് കിട്ടും. ഇതിനെ രണ്ടിനെയും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു റിസൾട്ടൻറ്റ് വാല്യൂ കിട്ടും, അതാണ് റിസൾട്ടൻറ്റ് സ്ട്രെസ്. അപ്പോൾ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇവിടെ കിട്ടുന്ന റിസൾട്ടൻറ്റ് സ്ട്രെസ്സിനെ നമുക്ക് അറിയാം. ഇവിടെ കിട്ടുന്നത് നോർമൽ സ്ട്രെസ് ആണ്, ഇവിടെ കിട്ടുന്നത് ടാൻജൻഷ്യൽ സ്ട്രെസ് ആണ് എങ്കിൽ നമുക്ക് പൈതഗോറസ് തിയറം യൂസ് ചെയ്യാം. എന്താണ്? ഹൈപ്പോട്ടന്യൂസ്
ഹൈപ്പോട്ടന്യൂസിൻ്റെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയുന്ന നമ്മുടെ പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. അതല്ല എങ്കിൽ നിങ്ങൾ ഇതെല്ലാം സ്കെയിൽ വെച്ചിട്ടാണ് വരയ്ക്കുന്നത് പേപ്പറിൽ. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആൻസർ എന്ത് കിട്ടും, നിങ്ങൾക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ വരയ്ക്കുന്നത് ഇത് നമ്മൾ 70 എടുത്ത് വരച്ചു, ഇത് നമ്മൾ 30 ഒക്കെ എടുത്ത് വരച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ നമുക്ക് ഇവിടുന്ന് കറക്റ്റായിട്ട് മെഷർ ചെയ്ത് സ്കെയിലേക്ക് കിട്ടും. അതാണ് നമ്മൾ ആൻസർ കിട്ടുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടെ വരെ നമ്മൾ പഠിച്ചത് ഒന്നും കൂടെ നമുക്ക് ഇവിടെ വരെ പഠിച്ചത് എന്താണോ അത് നമുക്ക് ഒന്നും കൂടെ നോക്കാം എന്തായിരുന്നു എന്നുള്ളത്. എന്നാലും നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവാത്ത ഒന്നും കൂടെ ജസ്റ്റ് എന്ത് ചെയ്യുക, പറഞ്ഞത് ഒന്നും കൂടെ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ്, നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് 2 ലൈൻ വരയ്ക്കണം. ഫസ്റ്റ് എന്ത് ചെയ്തു, എക്സ് ആക്സിസിന് പാരലായിട്ട് നമ്മൾ ഒരു ലൈൻ, എക്സ് ആക്സിസിൽ ഒരു ലൈൻ വരച്ചു. അതേപോലെ വൈയിലെ ലൈൻ വരച്ചു. അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഒറിജിന് ആർ എന്ന് പേര് കൊടുത്തു. അതിനുശേഷം എക്സ് ആക്സിസിനെ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്, നോർമൽ സ്ട്രെസ് സിഗ്മ ആയിരിക്കും. വൈ ആക്സിസിൽ ഡിനോട്ട് ചെയ്യുന്നത് എന്തായിരിക്കും, ടോ ആയിരിക്കും, ഷിയർ സ്ട്രെസ് ആയിരിക്കും. അതിനുശേഷം എന്ത് ചെയ്തു, നമ്മുടെ ഫസ്റ്റ് പോയിന്റ് സിഗ്മ എക്സ് നമ്മൾ മാർക്ക് ചെയ്തു. എവിടെ എന്താണ് സിഗ്മ എക്സ് എന്ന് പറയുന്നത്, ഒറിജിനിൽ നിന്ന് എത്രയോ ഡിസ്റ്റൻസ് മാറിയിട്ട് സിഗ്മ എക്സ് എന്ന് പറയുന്ന ഫസ്റ്റ് പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു. അതേപോലെ തന്നെ നെക്സ്റ്റ് പോയിന്റ് സിഗ്മ വൈയും നമ്മൾ ഒറിജിനിൽ നിന്ന് സിഗ്മ വൈയും മാർക്ക് ചെയ്തു. ഇനിയും പിയും ക്യൂവും എന്ന് പറയുന്ന 2 പോയിന്റ് കിട്ടിക്കഴിയുമ്പം അതിൻ്റെ മിഡ് പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ആ മിഡ് പോയിന്റിൽ എന്ത് ചെയ്തു, നമ്മുടെ മിഡ് പോയിന്റ് ഒറിജിൻ ആക്കിക്കൊണ്ട് മിഡ് പോയിന്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, അപ്പം ഈ ജോമെട്രിക് ടൂൾസ് ഒക്കെ നിങ്ങളുടെ തന്നെ ഉണ്ടായിരിക്കണം. സർക്കിൾ വരയ്ക്കാനുള്ള കോമ്പസും സ്കെയിലും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സർക്കിൾ വരച്ചു. അത്രയും സർക്കിൾ വരച്ചതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 2θ എന്ന് പറയുന്ന ആംഗിൾ നമ്മൾ മെഷർ ചെയ്തു. പ്രൊട്രാക്ടറിൽ മെഷർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, 2θ വരയ്ക്കുന്നു. ഫ്രം OP എന്ന് പറയുന്ന ആ ഒരു ബേസിൽ നിന്നും 2θ എന്ന് പറയുന്ന ആംഗിൾ മാറിയിട്ട് നമ്മളൊരു ലൈൻ വരച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ടി എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. ടി എന്ന് പറയുന്ന പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ എന്ത് ചെയ്യുക, താഴേക്ക് ഒരു ലൈൻ അങ്ങ് വരയ്ക്കുക. ആ ലൈൻ നമ്മൾ വരച്ച എക്സ് ആക്സിസിൽ അല്ലെങ്കിൽ നമ്മൾ ആദ്യം വരച്ച RP എന്ന് പറയുന്ന ആ ലൈനിൽ എവിടെയോ കട്ട് ചെയ്യും. അതിന് നമ്മൾ എസ് എന്ന് പേരും കൊടുക്കും. ഇത്രയേ ഉള്ളൂ മോൾ സർക്കിൾ. ഇനിയും കിട്ടുന്നതൊക്കെ ആൻസറുകളായിരിക്കും. അപ്പോൾ ഇനിയും കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും, 6 മുതൽ എസ് വരെ. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത പോയിന്റ്, നമ്മൾ ടിയിൽ നിന്ന് താഴേക്ക് വരച്ചപ്പോൾ നമ്മുടെ കട്ട് ചെയ്ത പോയിന്റ് ഏതാണ്, എസ് ആണ്. ആ എസ്സിൽ നിന്നും നമ്മുടെ ഒറിജിൻ എവിടെയാണ്, 6. എസ് ടു 6 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആയിരിക്കും നമ്മുടെ ആദ്യത്തെ ആൻസർ. അതിനെയായിരിക്കും നമ്മൾ എന്ത് പറയുന്നത്, നോർമൽ സ്ട്രെസ് എന്ന് പറയുന്നത്. സിഗ്മ എൻ എന്നായിരിക്കും അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. എസ് മുതൽ 6 വരെയുള്ള ഡിസ്റ്റൻസിനെ നോർമൽ സ്ട്രെസ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ടിയിൽ നിന്ന് താഴേക്കായിരുന്നു വരച്ചത്. എവിടേക്ക്, ടി മുതൽ താഴേക്ക് വരച്ചപ്പോൾ എസ്സിൽ വെച്ചാണ് അത് ഇൻ്റർസെക്റ്റ് ചെയ്തത്. അപ്പോൾ ടി മുതൽ എസ് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിന് പാരലായിട്ടുള്ള ഡിസ്റ്റൻസ്. ടി മുതൽ എസ് വരെയുള്ള ആ ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് പറയും, ആ ഡിസ്റ്റൻസാണ് നമ്മുടെ രണ്ടാമത്തെ ആൻസർ. അതിനെ ടാൻജൻഷ്യൽ സ്ട്രെസ് എന്ന് പറയും. ടി മുതൽ എസ് വരെയുള്ള ആ ഡിസ്റ്റൻസിനെ ടാൻജൻഷ്യൽ സ്ട്രെസ് എന്ന് പറയും. അപ്പോൾ നമുക്ക് 2 ആൻസറുകൾ കിട്ടി. ഒന്നാമത്തെ ആൻസർ ഏതായിരുന്നു, 6 മുതൽ എസ് വരെയുള്ള ഡിസ്റ്റൻസ്. ആ ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിന്റിൽ എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ഡിസ്റ്റൻസ്, 6 മുതൽ എസ് വരെയുള്ള ഡിസ്റ്റൻസിനെ നോർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞു. അതേപോലെ ടി മുതൽ എസ് വരെയുള്ള ആൻസറിനെ നമ്മൾ എന്ത് പറഞ്ഞു, ടാൻജൻഷ്യൽ സ്ട്രെസ് എന്ന് പറഞ്ഞു. ഇനി റിസൾട്ടൻ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ആ ടിയിൽ നിന്നും നമ്മുടെ ഒറിജിനിലേക്ക് വരയ്ക്കുക. ടിയിൽ നിന്നും ഒറിജിനിലേക്ക് വരച്ച ഡിസ്റ്റൻസിനെ നമ്മൾ റിസൾട്ടൻ്റ് സ്ട്രെസ് എന്നും പറഞ്ഞു. അപ്പോൾ ഓക്കെ അല്ലേ, ഈ 3 കാര്യങ്ങളായിരിക്കും നമുക്ക് കിട്ടാനുള്ള ആൻസേഴ്സ്. ടാൻജൻഷ്യൽ സ്ട്രെസ്, റിസൾട്ടൻ്റ് സ്ട്രെസ്, നോർമൽ സ്ട്രെസ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ആംഗിൾ ഒന്നും കൂടെ നിങ്ങൾ നോക്കിയാണ്. POT എന്ന് പറയുന്നത് എന്തായിരിക്കും, 2θ ആയിരിക്കും. നിങ്ങൾക്ക് തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ കിട്ടും. അതെവിടെയാണ്, നമ്മുടെ ക്യൂവിൽ നിന്നും ടിയിലേക്ക് ഒരു ലൈൻ വരച്ചാൽ, ആ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ആയിരിക്കും. ഓക്കെ, ക്യൂവിൽ നിന്നും ടിയിലേക്ക് ഒരു ലൈൻ വരച്ചാൽ ആ ആംഗിൾ തീറ്റ ആയിരിക്കും. ഇനി ഇവിടെ ഫൈ എന്ന് പറയുന്ന ഒരു ആംഗിളും കൂടെ ഉണ്ട്. ഫൈ എന്ന് പറഞ്ഞാൽ ഒബ്ലിക്ക് ആംഗിൾ ആയിരിക്കും. ഒബ്ലിക്ക് ആംഗിൾ എന്ന് പറയുന്നത് ഫൈ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ അവിടുത്തെ ഒബ്ലിക്ക് ആംഗിളിനെ നമുക്ക് കിട്ടാൻ TRQ എന്ന് പറയുന്ന ആ ആംഗിൾ മെഷർ ചെയ്താൽ മതി. അത് നമ്മൾ നോർമലി ചോദിച്ച് കാണാറില്ല. പ്രോബ്ലത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒബ്ലിക്ക് ആംഗിളും കൂടെ നിങ്ങളൊന്ന് നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മോൾ സർക്കിൾ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. ഓക്കെ, അപ്പോൾ മോൾ സർക്കിൾ അപ്പോൾ നമുക്ക് കിട്ടുമ്പം നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് നമ്മൾ ആ സർക്കിൾ വരയ്ക്കുന്നതിന് വരെ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. സർക്കിൾ വരച്ചു. അതിനുശേഷം 2θ എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ടി വരച്ചു. ടിയിൽ നിന്ന് താഴേക്ക് ഒരു ലൈൻ വരച്ചു. അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്നും ഒറിജിനിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും എന്ത്, ആദ്യത്തെ ആൻസർ നോർമൽ സ്ട്രെസ്. ആ ടിയും എസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും എന്ത്, നമ്മുടെ ടാൻജൻഷ്യൽ സ്ട്രെസ്. അതേപോലെ ടിയിൽ നിന്നും നമ്മുടെ ഒറിജിൻ ആറിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും റിസൾട്ടൻ്റ് സ്ട്രെസ്. ഓക്കെ, അപ്പോൾ ഇത്രയായിരിക്കും മോൾ സർക്കിൾ വരയ്ക്കാനുള്ളത്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് കിടക്കാം.
എ മെറ്റീരിയൽ ഈസ് സബ്ജക്റ്റഡ് ടു ദ ഫോളോയിങ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് 100 Nm², 40 Nm². അപ്പോൾ ഇതിനകത്ത് ഹയർ വാല്യൂ ഏതാണ്? 100 ആണ്. അതിന് നമ്മൾ σ1 എന്ന് എടുത്തു. ചെറിയ വാല്യൂ 40 ആയതുകൊണ്ട് അതിനെ σ2 എന്ന് എടുത്തു. 100 ഉം 40 ബോത്ത് ടെൻസൈൽ, അപ്പോൾ രണ്ടും പോസിറ്റീവ് ആയിരിക്കും. ഫൈൻഡ് ദ നോർമൽ, ടാൻജൻഷ്യൽ ആൻഡ് റിസൾട്ടൻറ്റ് സ്ട്രെസ്സസ് അക്രോസ് എ പ്ലെയിൻ ത്രൂ ദ പോയിന്റ് അറ്റ് 48 ഡിഗ്രി ടു ദ മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ. അപ്പോൾ 48 ഡിഗ്രിയാണ് തീറ്റ തന്നിട്ടുള്ളത് യൂസിങ് മോർ സർക്കിൾ വെച്ചിട്ട്. അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതുക. σ1 σ2 അറിയാം. σ1 σ2 കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് ചെയ്യുക? നമുക്ക് ആദ്യം ചെയ്യേണ്ട മെത്തേഡ് എന്തായിരിക്കും? നമ്മളൊരു സ്കെയിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് മെത്തേഡ്. ഫസ്റ്റ് സ്കെയിൽ സെറ്റ് ചെയ്യുക. സ്കെയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ എടുത്തിട്ടുള്ള സ്കെയിൽ എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ = 10 ന്യൂട്ടൺ എന്നാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഇപ്പം നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ എടുക്കും. നിങ്ങൾ സ്കെയിൽ ആദ്യമേ വരയ്ക്കുക. ആദ്യത്തെ സ്കെയിൽ എടുത്ത് വരയ്ക്കുമ്പം ഫസ്റ്റ് എന്ത് ചെയ്യുക? ഒരു ലൈൻ വരച്ചു, ഇങ്ങനെ ഒരു ലൈൻ വരച്ചു, 10 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. 10, 20, 30, 40, 50 ഇങ്ങനെ ഓരോ 10 അല്ല, 1, 2, 3, 4, 5 ഇങ്ങനെ സെൻറ്റിമീറ്ററുകൾ മാർക്ക് ചെയ്തു. അപ്പോൾ ആദ്യത്തെ എന്തായിരിക്കും? 10 ആയിരിക്കും. ഇത് 20 ആയിരിക്കും, 30 ആയിരിക്കും. ഇതൊന്നും നമ്മൾ എഴുതാൻ നിൽക്കേണ്ട, 30 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നാമത്തെ 100 സെൻറ്റിമീറ്റർ 100 Nm² എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ ലൈനുകൾ 10ാമത്തെ ലൈൻ ഏതാണോ ആ 10ാമത്തെ ലൈനായിരിക്കും എന്ത്? നിങ്ങളുടെ 100 ന്യൂട്ടൺ എന്ന് പറയുന്നത്. ഈ 10ാമത്തെ ലൈനായിരിക്കും 100 ന്യൂട്ടൺ എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ 40 ആയിരിക്കും. 40 എന്ന് പറയുമ്പോൾ 4ാമത്തെ ലൈനായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ 2 പോയിന്റുകൾ മാത്രം മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് 2 പോയിന്റുകൾ കിട്ടി. ഏതായിരിക്കും? 4 എന്ന് പറയുന്ന സെൻറ്റിമീറ്ററിലും 10 എന്ന് പറയുന്ന സെൻറ്റിമീറ്ററിലും ആയിരിക്കും 2 പോയിന്റുകൾ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റും രണ്ടാമത്തെ പോയിന്റും കിട്ടി. അപ്പോൾ മോർ സർക്കിൾ വരയ്ക്കുന്നത് ജസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് കാണിക്കാം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ത് ചെയ്തു? ഒന്നാമത്തെ നമ്മൾ ആദ്യം XY ആക്സിസ് വരച്ചു. അതിനുശേഷം ഒന്നാമത്തെ പോയിന്റ് നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്തു. ഒന്നാമത്തെ പോയിന്റും രണ്ടാമത്തെ പോയിന്റും ഒറിജിന് O എന്ന് പേരിട്ടു. ഒന്നാമത്തെ പോയിന്റിന് A എന്ന് പേരിട്ടു. രണ്ടാമത്തെ പോയിന്റിന് B എന്നും പേരിട്ടു. ഓക്കെ, അപ്പോൾ ഈ ഒന്നാമത്തെ പോയിന്റ് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ്? ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ മാറിയിട്ടായിരിക്കും. രണ്ടാമത്തത് 4 സെൻറ്റിമീറ്റർ മാറിയിട്ടുമായിരിക്കും. ഓക്കെ അല്ലേ? അത്രയും വെച്ച് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും നമ്മൾ എടുത്തു. അപ്പോൾ ഇവരിവിടെ പറഞ്ഞിട്ടുണ്ട് ലൊക്കേറ്റ് ദ പോയിന്റ് OB. ലൊക്കേറ്റ് ദ പോയിന്റ് OB എന്ന് പറയുന്ന പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ലൊക്കേറ്റ് ദ പോയിന്റ് OB 4 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് അടുത്ത നെക്സ്റ്റ് 4th പോയിന്റ് എന്നാൽ ലൊക്കേറ്റ് സെൻറ്റർ പോയിന്റ് ഓഫ് AB. എയുടെയും ബിയുടെയും സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കുക. അപ്പം A to B എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒന്ന് A വരെ 10 സെൻറ്റിമീറ്റർ, B വരെ 4 സെൻറ്റിമീറ്റർ. അപ്പം A to B എന്ന് പറയുന്ന ഇത്ര ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? 6 സെൻറ്റിമീറ്റർ. അതിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ ബിയിൽ നിന്നും 3 സെൻറ്റിമീറ്റർ മാറി. അതാണ് ഇവിടെ 3 സെൻറ്റിമീറ്റർ എന്ന് അവർ കണ്ടുപിടിക്കുന്നത്. AC = BC = 3 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ അതിൻ്റെ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിച്ചു. സെൻറ്റർ പോയിന്റിന് എന്താ പേര് കൊടുത്തത്? C എന്ന് നമ്മൾ പേര് കൊടുത്തു. സെൻറ്റർ പോയിന്റിന് C എന്ന് പേര് കൊടുത്തു. അതിൻ്റെ നീളം A to C യും B to C യും 3 ആയിരിക്കും. ഇനി നമ്മൾ സെൻറ്റർ C ആക്കിക്കൊണ്ടൊരു സർക്കിൾ നമ്മളങ്ങ് വരച്ചു. ഓക്കെ, വിത്ത് C as center or BC or AC as radius, draw a circle. അഞ്ചാമത്തെ പോയിന്റ് ആണ്. ദി സർക്കിൾ ഈസ് കോൾഡ് മോർ സർക്കിൾ. അപ്പോൾ നമ്മൾ മോർ സർക്കിൾ വരച്ചു കഴിഞ്ഞു. സെൻറ്റർ C ആക്കിക്കൊണ്ട് മോർ സർക്കിൾ വരച്ചു കഴിഞ്ഞു. ഡ്രോ ലൈൻ BP സച്ച് ആസ് PBI = 48. നമുക്ക് തന്നിട്ടുള്ള ആംഗിൾ 48 ആണ്. അപ്പോൾ ഞാൻ ഇത് ഫുൾ ഒന്ന് ഇറേസ് ചെയ്തിട്ട് ഒന്നുകൂടെ കാണിക്കുകയാണ്. ഇതാണ് നമ്മുടെ സർക്കിൾ ഇപ്പോൾ നമ്മൾ വരച്ചത്. ഓക്കെ, ഈ സർക്കിൾ ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇങ്ങനെ ഒരു ഇവിടുന്ന് 48 ഡിഗ്രി എടുക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞു ഇങ്ങനെ വന്നാൽ ഇതെന്തായിരിക്കും? ഇത് തീറ്റയായിരിക്കും. അല്ല, നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും? ഇത് 2θ ആയിരിക്കും. അപ്പോൾ നമ്മൾ തീറ്റയിലൊക്കെ ഒന്നും പോകണ്ട. നമ്മൾ നമ്മുടെ യൂഷ്വൽ മെത്തേഡിൽ തന്നെ എടുക്കുക. എന്താണ്? 48 തന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ നേരെ ഡബിൾ എത്രയാണ്? 48 × 2 96 ആയിരിക്കും. അപ്പം നമ്മളുടെ ബേസ് ലൈനിൽ നിന്നും 96 ഡിഗ്രി മാറിയിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ സെൻറ്റർ അല്ലേ, നമ്മൾ ബേസ് ലൈനിൽ നിന്നും 96 മാറിയിട്ട് നമ്മളൊരു ലൈൻ വരയ്ക്കുക. നമ്മൾ മോർ സർക്കിൾ എങ്ങനെയാണ്? ഇങ്ങനെയാണ് നമ്മുടെ മോർ സർക്കിൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബേസ് ലൈൻ ഏതാണ്? ഇതാണ്. സെൻറ്റർ ഇതാണ്. അപ്പോൾ ബേസ് ലൈനിൽ നിന്നും 96 ഡിഗ്രി ഇങ്ങോട്ട് മാറിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈനിൽ നിന്നും നേരെ താഴേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആൻസർ കിട്ടും. എന്താണ്? ഇത്രയും ആയിരിക്കും ഒരു ആൻസർ. ടാൻജൻഷ്യൽ ഇതായിരിക്കും. നമ്മുടെ ഒറിജിനിൽ നിന്നും ഈ ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിന്റിലേക്കുള്ളതായിരിക്കും രണ്ടാമത്തെ ആൻസർ. ഇത്രയും ആൻസർ ആയിരിക്കും നമ്മുടെ ഇതായിരിക്കും എന്ത്? റിസൾട്ടിൻ്റെ ആൻസർ. അപ്പം ആ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് മെഷർ ചെയ്ത് എഴുതാൻ പറ്റും. മെഷർ ചെയ്ത് കഴിയുമ്പോൾ 29.8 അല്ലെങ്കിൽ നമ്മുടെ മോർ സർക്കിൾ വരച്ചതിൻ്റെ അകത്ത് മെഷർ ചെയ്തപ്പോൾ 2.98 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. 2.98 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ 1 സെൻറ്റിമീറ്റർ = 10 ന്യൂട്ടൺ എന്നാണ് എടുത്തത്. അപ്പോൾ 2.98 സെൻറ്റിമീറ്റർ = 2.98 × 10.
29.8 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആയിരിക്കും. അതേപോലെ നോർമൽ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ 6.69 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. 6.69 × 10 ചെയ്യുമ്പോൾ 66.9 കിട്ടും. അടുത്ത 7.32 ആയിരിക്കും റിസൾട്ട്. 7.32 × 10 ചെയ്യുമ്പം 73.2 കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ. നമ്മളത് മോൾ സർക്കിൾ വരച്ചത് ഒന്നും കൂടി ഈ പ്രോബ്ലത്തിൻ്റെ നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. ഫസ്റ്റ് എക്സ് ആക്സിസ് വരച്ചു, നെക്സ്റ്റ് വൈ ആക്സിസ് വരച്ചു. എക്സ് സിഗ്മ, വൈ ടോയ്, ഒറിജിന് O എന്ന് പേരെടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു, നമ്മൾ ഫസ്റ്റ് പോയിന്റ് നമ്മൾ സെറ്റ് ചെയ്തു. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എ ആണ്. എത്രയാണ് എയുടെ ഡിസ്റ്റൻസ്? എയുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ മാറിയിട്ടാണ് നമ്മൾ എ ഡിനോട്ട് ചെയ്യുന്നത്. 100 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്, അത് 10 സെൻറ്റിമീറ്റർ മാറിയിട്ട്. നെക്സ്റ്റ് ബി നമ്മൾ മാർക്ക് ചെയ്തു. ബി എന്ന് പറയുന്നത് എത്ര മാറിയിട്ടാണ്? ബി എന്ന് പറയുന്നത് 40 ന്യൂട്ടൺ പെർ mm സ്ക്വയർ, അത് 4 സെൻറ്റിമീറ്റർ മാറിയിട്ട് ബിയും മാർക്ക് ചെയ്തു. അപ്പം O മുതൽ ബി വരെ 4 സെൻറ്റിമീറ്റർ, O മുതൽ എ വരെ 10 സെൻറ്റിമീറ്റർ. അപ്പോൾ എ ബി എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സെൻറ്റർ, അതിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ബിയിൽ നിന്നും 3 സെൻറ്റിമീറ്റർ മാറിയിട്ട് നമ്മൾ സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഡിനോട്ട് ചെയ്തു. അപ്പോൾ ആ സിയെ സെൻറ്റർ ആക്കിക്കൊണ്ട് നമ്മളൊരു സർക്കിൾ വരച്ചു. അപ്പോൾ അതിൻ്റെ റേഡിയസ് എ സി അല്ലെങ്കിൽ ബി സി ആയിരിക്കും. എ സി ഈസ് ഈക്വൽ ടു ബി സി ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ സെൻറ്റർ വരച്ചു. ഇനി നമ്മളുടെ തീറ്റ എത്രയാണ്? 48 ആണ്. 48ൻ്റെ ഡബിൾ 96 ഡിഗ്രി എടുത്ത് ഇവിടെ എ സി ബേസ് ആക്കിക്കൊണ്ട് സിയിൽ നിന്നും 96 ഡിഗ്രി മാറി നമ്മൾ എന്ത് ചെയ്തു? 2θ = 96 ഡിഗ്രി മാറി നമ്മളൊരു ലൈൻ വരച്ചു. അപ്പോൾ 96 ഡിഗ്രി മാറി ഒരു ലൈൻ വരച്ചു. അത് ആ സർക്കിളിൽ മുട്ടുന്ന പോയിന്റിന് നമ്മൾ എന്ത് പറഞ്ഞു? പി എന്നൊരു പേര് കൊടുത്തു. ആ പിയിൽ നിന്നും ഇനി നമ്മൾ നേരെ താഴേക്ക് ഒരു ലൈൻ അങ്ങ് വരച്ചു. ഓക്കെ, അത് നമ്മുടെ എക്സ് ആക്സിസ് നമ്മൾ വരച്ചിട്ടുള്ള ആ ഫസ്റ്റ് ബേസ് ലൈനിൽ ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിന്റിന് നമ്മൾ ക്യൂ എന്ന് ഇട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ മോൾ സർക്കിൾ. ഇനി കിട്ടുന്നതൊക്കെ ആൻസറുകളായിരിക്കും. ഏതാണ് ഇനി കിട്ടിയ ആൻസർ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഒന്നാമത്തത് നമ്മുടെ ബേസ് എന്ന് പറയുന്നത് ഏതായിരിക്കും? നോർമൽ സ്ട്രെസ്. അപ്പോൾ നമ്മൾ ആ ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിന്റ് ക്യൂവിൽ നിന്നും O വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ സ്കെയിലിൽ മെഷർ ചെയ്തപ്പോൾ നമുക്ക് 6.69 സെൻറ്റിമീറ്റർ കിട്ടും. അതിനെ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 66.9 ന്യൂട്ടൺ പെർ mm സ്ക്വയർ നമുക്ക് ആൻസർ കിട്ടും. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്ന ഏതാണ്? അടുത്തത് പിയിൽ നിന്നും ക്യൂവിലേക്കുള്ള ഡിസ്റ്റൻസ്. പി ടു ക്യൂ എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്തു. അതായിരിക്കും എന്ത്? ടാൻജൻഷ്യൽ സ്ട്രെസ്. അത് മെഷർ ചെയ്തപ്പോൾ 2.98 സെൻറ്റിമീറ്റർ കിട്ടി. അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 29.8 ന്യൂട്ടൺ പെർ mm സ്ക്വയർ കിട്ടി. സോ ടാൻജൻഷ്യൽ സ്ട്രെസ് നമുക്ക് കിട്ടി. ഇപ്പോൾ നമുക്ക് ഇനി അടുത്ത വേണ്ടത് ഏതാണ്? റിസൾട്ടൻ്റ് ആണ്. നമുക്ക് നോർമലും ടാൻജൻഷ്യലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പൈതഗോറസ് തിയറം വെച്ചിട്ട് വേണമെങ്കിൽ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുക. എങ്ങനെയാണ്? നോർമൽ സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് 6.69 സ്ക്വയർ പ്ലസ് 2.98 സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? O മുതൽ P വരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. അതങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെഷർ ചെയ്തും നോക്കാം. അപ്പോൾ മെഷർ ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത് 7.32 സെൻറ്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ 73.2 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് സ്കെയിലിൽ മെഷർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചെയ്തത് ശരിയാണോ എന്ന് നിങ്ങൾക്ക് പൈതഗോറസ് തിയറം വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തും കൂടി നോക്കാം. അപ്പം റിസൾട്ടൻ്റ് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കാൻ പറഞ്ഞ 3 കാര്യങ്ങളും കിട്ടി. ഇനി നമുക്ക് വേണ്ട എന്താണ്? ഫൈ എന്ന് പറയുന്ന ആംഗിൾ, സൈ എന്ന് പറയുന്ന ആംഗിൾ എത്രയാണ്? 24 ഡിഗ്രി ആണെന്നുള്ളത് നമുക്ക് മെഷർ ചെയ്ത് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് മോൾ സർക്കിളിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ നെക്സ്റ്റ് കേസസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. മോൾ സർക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ അകത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ മോൾ സർക്കിളാണ്. സോ അത് നിങ്ങൾ പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സംശയം ഒന്നുമില്ലയെന്ന് വിചാരിക്കുന്നു. അത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ എന്ത് ചെയ്യുക? നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഇത് നന്നായിട്ട് പഠിക്കുക.